നബിതങ്ങൾ വഫാത്തിന്റെ വേളയിലും ഓർമ്മപ്പെടുത്തിയത് ഈ നിസ്കാരമാണ്. അൽഹംദുലില്ലാഹ് റബീഉൽ അവ്വലൊക്കെ വരുന്ന നല്ല കാര്യം, നബിദിന ആഘോഷം, ഇതൊക്കെ നല്ലത്, ഇതൊക്കെ നബിയോടുള്ള മഹബത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ലതൊക്കെയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ തലമുറ ചെയ്യുന്നത്, നബിദിനം വരുമ്പോ 407 വിളിക്കും, കുറച്ച് പട്ടങ്ങോട്ട് കെട്ടും, ബോക്സ് എടുക്കും, ഡിജെയുടെ ലൈറ്റ് വെക്കും, അടിച്ചു പൊളിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളാ. അല്ലാഹു ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോ പള്ളിയുടെ മുമ്പിൽ ദഫ്ഫുകളി നടക്കുകയാ. ഇവിടെ ഫർള്, അവിടെ നടക്കുന്ന എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീൻ പറയുന്നുണ്ട് നബിദിനമൊക്കെ ആഘോഷിക്കാം, അതൊക്കെ നല്ലതാടോ. പക്ഷേ ആ ആഘോഷത്തിൽ ഹറാമും വരാൻ പാടില്ല, കറാഹത്തും വരാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഇതൊക്കെ അൽഹംദുലില്ലാഹ് ഇതൊക്കെ അതിൻ്റെതായ രീതികളിൽ നമ്മൾ ചെയ്യണം. ഒരിക്കലും നമ്മൾ പാപം ചെയ്യാൻ പാടില്ല. ഏത് വിഷയമാണെങ്കിലും അതിനകത്ത് തെറ്റുകൾ കലർന്ന് ഇതൊക്കെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഒരിക്കലും നമ്മൾ നിസ്കാരം മുടക്കിയിട്ടുള്ള ഒരു അമലും വേണ്ട. എന്റെ പ്രിയപ്പെട്ടവർ, ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല. ഇതൊന്നുമല്ല. നബിദിന മക്കളുടെ റാലി നടക്കുന്നു, കൂടെ കൂടിക്കോ, ഭക്ഷണം വെച്ച് കൊടുക്കുന്നു, അൽഹംദുലില്ലാഹ് ഇതൊക്കെ നല്ല കാര്യങ്ങൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ കുറ്റം പറയുന്നവരെങ്കിലും ഓനെ നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അങ്ങായി ഓൻ അറിയാനിട്ടൊന്നുമല്ല. ഇതൊക്കെ ഇല്ലാന്ന് പറയുന്നവന് നല്ല അറിവുണ്ട്, അവൻ ഇതൊക്കെ അറിയാം. ഏതുപോലെ എന്നറിയോ? അബൂജഹലും ഉത്ബത്തും ശൈബത്തൊക്കെ മുസ്ലിമീങ്ങളോട് പറയും, നിങ്ങൾ ഇതിലെ നിങ്ങൾ പോണ വഴിയിൽ മുഹമ്മദ് അവിടെ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടാൽ നിങ്ങൾ ചെവിക്കകത്ത് കൈയിട്ടിട്ട് പോകണം. കാരണം എന്തേ? അവൻ പറയുന്ന ഒന്നും കേൾക്കരുത്, കേട്ടാ ചിലപ്പോ നന്നായി പോകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ പറഞ്ഞേ? നബിതങ്ങൾ അവിടെ നിന്ന് ഖുർആൻ ഓതും, നസീഹത്ത് നടത്തും. അതിലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? കേൾക്കുക പോലും ചെയ്യരുത്, ചെവിക്കകത്ത് കൈയിട്ടേക്കണം. കാരണം കേട്ടാ എന്ത് ചെയ്യും? കേട്ടാൽ എന്ത് ചെയ്യും? നന്നായി പോകും. അതുകൊണ്ട് പറഞ്ഞത് കൈയിട്ടുകൊണ്ട് നടക്കാനാ. അപ്പൊ എന്നാലോ രാത്രിയാകുമ്പോ അബൂജഹലും ഉത്തുബയൊക്കെ എവിടെ പോയിരിക്കും? നബിതങ്ങളുടെ വീടിന്റെ സൈഡിൽ പോയി പതുങ്ങിയിരിക്കും. എന്തിന്? നബിതങ്ങൾ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു ദിവസം നബിതങ്ങൾ ഖുർആൻ നിർത്തിയപ്പോ എല്ലാരും കൂടെ ഇറങ്ങി വന്നപ്പോ മുഖാമുഖം കണ്ടു. അബൂജഹലും ഉത്ബയൊക്കെ ഉണ്ട്, എല്ലാരും മുഖാമുഖം കണ്ടു. എവിടെ പോയതാ? എത്രയൊക്കെ ആണെങ്കിലും മുഹമ്മദ് ഓതുന്നത് കേൾക്കാൻ നല്ല രസമാണ്. എടാ, നമ്മളല്ലേ നാട്ടുകാരോട് പറയുന്നത് ഇതൊന്നും കേൾക്കാൻ പാടില്ല, നമ്മളല്ലേ എല്ലാരോടും പറയുന്നത് ഇത് പാടില്ലാന്ന്. എന്നിട്ട് നമ്മൾ തന്നെ ഇത് ചെയ്യാ. നാളെ മുതൽ ഇനി വേണ്ടാട്ടോ, ഓക്കെ തീരുമാനിച്ചു, പോയി. പിറ്റേ ദിവസവും വന്നു ഖുർആൻ കേൾക്കാൻ. ഇതാടോ ഖുർആൻ. അള്ളാഹു നമുക്ക് ആ ഖുർആനിന്റെ തണലിൽ അള്ളാഹു സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 വഖത്ത് നിസ്കരിക്കുക, ഒരു വിട്ടുവീഴ്ചയുമില്ല. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടക്കണം, കിടന്ന് നിസ്കരിക്കാൻ പറ്റാത്തവർ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ, മദ്ഹബുകളുടെ ഇമാമുമാര് പറയുന്നത് കൈകാലുകൾ അനക്കി നിസ്കരിക്കാൻ പറ്റുന്നവൻ അങ്ങനെ, ഹൃദയം കൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്നവൻ അങ്ങനെ, കണ്ണനയ്ക്ക് നിസ്കരിക്കാൻ പറ്റുന്ന, മരിക്കാൻ കിടക്കുന്നവൻ നിസ്കാരം നിർബന്ധമാണ്. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മടിയാടോ? എന്താണെന്ന് അറിയില്ല. നിസ്കാരത്തിന്റെ വിഷയം പറയുമ്പോൾ അലംഭാവം, മടി, എന്തോ വലിയ ഭാരമുള്ളത്. എന്തിനാ ചങ്ങാതി ഇത്ര ബുദ്ധിമുട്ട്? നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു തരുമെന്ന് പറഞ്ഞ പ്രതിഫലം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പള്ളിയുടെ മുമ്പിൽ തന്നെ കിടക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അറിയോ നിങ്ങൾക്ക്? ഒരാള് നിസ്കരിച്ചാൽ അള്ളാഹ് അവന് 2 പ്രതിഫലം. അള്ളാഹ് പറഞ്ഞ പ്രതിഫലം എന്താ? നിസ്കരിക്കുന്നവൻ അള്ളാഹു 2 പ്രതിഫലം കൊടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്നാ വേണ്ടത്? ഒരാൾക്ക് വേണ്ടത് 2ഉം അള്ളാഹ് പറയാ, നിനക്ക് 2 കാര്യം ഞാൻ തരാം, നീ നിസ്കരിച്ചാൽ മതി. നീ നിസ്കരിച്ചാൽ നിനക്ക് വേണ്ട 2 കാര്യങ്ങൾ ഞാൻ നിനക്ക് തരാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കുന്നവൻ അള്ളാഹു എത്ര കാര്യം കൊടുക്കാന്ന് പറയുന്നു? പറഞ്ഞങ്ങായിമാരെ, 2 കാര്യം. സമയമുണ്ടോ? എന്തായാലും ഞാൻ എയർപോർട്ടിൽ പോകുന്ന വഴിയാ. എന്തായാലും അൽഹംദുലില്ലാഹ് യാത്രക്കാരനാ. അള്ളാഹു ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, 5 നേരം നിങ്ങൾ ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുക. നീ മാത്രം നിസ്കരിച്ചാ പോരട്ടാ. നീ നിസ്കരിക്കുമ്പോ നിന്റെ ഭാര്യയെ നിസ്കരിപ്പിക്കണം, നിന്റെ മക്കളെ നിസ്കരിപ്പിക്കണം. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവന് എന്ത് ചെയ്യണം? കേട്ടില്ല, എങ്ങനെ? ഒന്ന് ഉറക്കെ പറഞ്ഞേ.
നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഒരാളെങ്കിലും ഒന്ന് പൊക്കടോ. ഈ കൈവെക്കാത്തവരുടെയൊക്കെ മക്കൾ 5 വക്കത്ത് നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല, ഞാനും മനുഷ്യനാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ ആലോചിക്കേണ്ടത് ആ മക്കളുടെ അവസ്ഥ. വാപ്പ സുബഹിക്ക് പള്ളി വരും, ഉസ്താദ് വാപ്പ സുബഹിക്ക് പള്ളി വരും. ആ പള്ളിയിലേക്ക് വാപ്പ റൂമിന്റെ വാതിൽ തുറന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ മോൻ കിടക്കുന്നുണ്ട്, വാടാന്ന് അവനെ വിളിക്കൂല, വാപ്പ പള്ളി വന്ന് നിസ്കരിക്കും. അൽഹംദുലില്ലാഹ്. പിന്നെ ഇപ്പൊ അടിക്കാനൊന്നും പറ്റൂല. മക്കളെ എങ്ങാനും വാപ്പ അടിക്കാൻ പോയാ മക്കൾ ആദ്യം വാപ്പാനോട് പറയും, നിങ്ങളൊന്ന് പള്ളിയിൽ പോ വാപ്പ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അത്ത ആദ്യം ഒന്ന് പള്ളിയിൽ പോ, പിന്നെ എന്നെ അടിക്കാൻ പാ. ഇതവസ്ഥ. കാരണം വാപ്പച്ചി പോകാറില്ല. അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാ. അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. സൂറത്തു ത്വാഹ അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാ, നീയും നിന്റെ കുടുംബവും 5 നേരം നിസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നീ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ആണ് പറയുന്നത്, നീയും നിന്റെ കുടുംബവും 5 വക്കത്ത് നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരുവാണെങ്കിൽ ഹലാലേ തരത്തുള്ളൂ. ആണല്ലോ, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരും, നിനക്ക് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അല്ലാഹു പറഞ്ഞ അങ്ങനെ, നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നവൻ, ഞാനാ റബ്ബ്, ഞാനാടാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാൻ തരാം, നീ നിസ്കരിച്ചാ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇതിനു വേണ്ടിയല്ലേ ഞാനും നിങ്ങളും നെട്ടോട്ടോടുന്നു? ഈ കാനായ്ക്ക് വേണ്ടിയല്ലേ ഓടുന്നത്? രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാ? ഈ ഭക്ഷണത്തിൽ. എന്നാ അല്ലാഹു പറയുക, നീ നിസ്കരിക്ക്, ഞാൻ തരാം ഭക്ഷണം, അത് എന്തു വന്നാലും ഞാൻ തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ റിസ്കല്ലേ നമുക്ക് വേണ്ടത്? മക്കൾ മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കണം, ഇതല്ലേ നമുക്ക് വേണ്ടത്? അത് അല്ലാഹു തരാന്നല്ലേ പറഞ്ഞേ? എന്തേ അല്ലാഹു എങ്ങനെ വാക്കൊന്നും മാറ്റത്തില്ലല്ലോ മറ്റവരെ പോലെ. അല്ലാഹു വാക്ക് മാറ്റുന്ന ആളല്ലല്ലോ. അല്ലാഹു പറഞ്ഞാ തരും. സൂറത്തു ത്വാഹ അവസാനത്തെ പേജ് 132 135 പോയി നോക്കിക്കോ. അല്ലാഹു പറയുന്ന ഞാൻ തരും നിനക്കൊക്കെ തിന്നാനുള്ള ഭക്ഷണം, നിസ്കരിക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിച്ചൂടെ? വേണമെങ്കിൽ ചെയ്യങ്ങാതി, എനിക്ക് നിങ്ങളുടെ കാര്യമല്ല, എനിക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ. നീ വേണമെങ്കിൽ നീ ചെയ്യ്, എനിക്ക് പറഞ്ഞുതരാനല്ലേ പറ്റൂ. എന്റെ പെണ്ണുമ്പിള്ളയുടെ മക്കളുടെയും കാര്യം ഞാൻ നോക്കാം. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, എനിക്ക് എവിടാന്നറിയില്ല. ആരുടെയോ വീട്ടിൽ അല്ലാഹു റിസ്ക് നിശ്ചയിച്ചിട്ടുണ്ട്, ഞാൻ തിന്നും. നാളെ എനിക്ക് ബാംഗ്ലൂരില്ല ഭക്ഷണം, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എനിക്ക് എവിടാന്ന് ഞാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നോ പ്രോബ്ലം. എന്റെ ഭാര്യ മക്കളെയും കുറിച്ച് എനിക്കൊരു ചിന്തയില്ല. കാരണം എന്താ, അവരും നിസ്കരിക്കും, ഞാനും നിസ്കരിക്കും. അതുകൊണ്ട് എനിക്ക് തിന്നാനുള്ളത് അല്ലാഹു എവിടെയെങ്കിലും തരും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. എനിക്ക് നാളെ ബാംഗ്ലൂരില്ല, മറ്റേനാളും മലപ്പുറത്താ, അതിനടുത്ത് കോഴിക്കോടാ, അത് കഴിഞ്ഞാൽ എവിടാന്ന് എനിക്കറിയത്തില്ല. ഇന്ന് എവിടോ നിശ്ചയിച്ചിട്ടുണ്ട്, എവിടാന്നറിയില്ല. ആരുടെ വീട്ടിലാണെന്ന് എനിക്കറിയില്ല, എന്തു ഭക്ഷണമാണെന്ന് എനിക്കറിയില്ല. തിന്നാനുള്ളത് അല്ലാഹു തരും, എന്ത് ചെയ്താ മതി. ഇന്ന് 5 വക്കത്ത് നിസ്കരിച്ചിട്ടുണ്ട്, അല്ലാഹു നാളെയും നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എടോ, നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? പള്ളിയുടെ പ്രസിഡന്റാ? അല്ലെങ്കിൽ സെക്രട്ടറിയാ? ഈ നാട്ടിലെ പണക്കാരനാ? അല്ല. ഈ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? ഇവിടുത്തെ പള്ളിയിലെ ഇമാമ്. ആര്? ഇവിടുത്തെ ഉസ്താദന്മാര്. ഇവിടുത്തെ പ്രസിഡന്റിന്റെ വീട്ടിൽ എല്ലാ ദിവസവും മട്ടനും ചിക്കനും ഉണ്ടോ? ഇവിടുത്തെ ഏത് പണക്കാരനാ എല്ലാ ദിവസവും ഇറച്ചി നിന്ന പണക്കാരനാരാ? പള്ളിയിലെ ഉസ്താദ് പറയുന്നത്, വലിയ പണക്കാരന്റെ പെണ്ണുമ്പിള്ള പറയുന്ന ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഇറച്ചി വാങ്ങുന്ന. ഇപ്പൊ പള്ളിയിലെ ഉസ്താദ് പറയുന്നത്, ഇറച്ചി ഒന്നും വേണ്ടപ്പ, കൊളസ്ട്രോൾ ഒക്കെയാ, മാറ്റിപ്പിടിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പ്രസിഡന്റ് പള്ളി വന്നില്ലെങ്കിലും ഉസ്താദ് ഒന്നാമത്തെ സഭയിലുണ്ടാവും. അതാ അവിടെ ലോകത്ത് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആര്? ഉസ്താദന്മാരാ.
അള്ളാഹു പറഞ്ഞേക്കുന്നത് എന്താ? തരാന്നല്ലേ അള്ള പറഞ്ഞിരിക്കണം, പിന്നെന്താ പേടിക്കാൻ? ഏത് ഉസ്താദാ ഇറക്കാൻ പോകുന്നത്, യാചിക്കാൻ പോകുന്നത്? പക്ഷെ ഇല്ലടോ, ഏത് പാവപ്പെട്ട പണ്ടത്തെ പോലും നല്ല ഉസ്താദന്മാർ. ഇപ്പൊ ഉസ്താദന്മാർക്ക് കാറായി, അൽഹംദുലില്ലാഹ്, ഇസ്സത്തായി. പണ്ടിങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. കമ്മിറ്റിക്കാർക്കും പ്രസിഡന്റിന് വണ്ടിയില്ലെങ്കിലും ഖത്തീബിന് വണ്ടിയുണ്ട്. ഇസ്സത്താ, അത് അള്ളാഹ് കൊടുക്കുന്നതാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഉള്ളത് പറയുമ്പോ അങ്ങനെ, ഉള്ളത് പറയുമ്പോ ആ കാലമൊക്കെ മാറിയിടോ. പണ്ട് കമ്മിറ്റിക്കാരുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ പേടിച്ച് ലീവ് വേണം, എവിടെ പോയി, ഒക്കെ പോയി. പോനാ പോകട്ടും, പോടാ പോയി, അസ്സലാമു അലൈക്കും, അടുത്ത പള്ളി. കമ്മിറ്റിക്കാരെയൊക്കെ താങ്ങണ കാലമൊക്കെ പോയി. അതൊക്കെ പണ്ട്. അള്ള പറയുന്നത് ഞാൻ തരാം, ഈ പള്ളി ഇല്ലെങ്കിൽ അടുത്ത പള്ളി. പേടിച്ച എന്ത് പേടി, എന്ത് ഭയക്കണം? ഞാൻ ചോദിക്കണം, എന്തിനു ഭയക്കണം? ഉസ്താദന്മാർ ഒരിക്കലും എന്തിനു പഠിക്കണം? ദീൻ പറയുന്നതിൽ എന്ത് പേടി? ഒന്നുമില്ലടോ, അൽഹംദുലില്ലാഹ്. അള്ള തരാമെന്ന് പറഞ്ഞു പോയേക്കണം, അടുത്തിടം കിട്ടും, അടുത്ത പള്ളി ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഇമാമ് 10 കൊല്ലമായിട്ടിരിക്കണം എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈസാ ഉസ്താദിന്റെ സഹോദരൻ ഉസ്താദ് ഇവിടുത്തെ അടുത്ത പള്ളിയല്ലേ അപ്പൊ ഉസ്താദ് 20 കൊല്ലം. ഇവരുടെ ചേട്ടനല്ലേ ഈസാ ഉസ്താദ്? പായിപ്പാട് പള്ളിയിൽ 27 കൊല്ലമായിരുന്നു. ഞാൻ ഇപ്പൊ ജോലി ചെയ്യുന്ന പള്ളിയിൽ 27 വർഷം ഇരുന്ന ആളാ ഉസ്താദിന്റെ ജ്യേഷ്ഠൻ. അൽഹംദുലില്ലാഹ്, ആലിമീങ്ങളാ. അല്ലാഹു ഹുറബിയായ പണ്ഡിതന്മാരിൽ പെടുത്തുമാറാകട്ടെ. നമ്മളെ കാര്യം എന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ മുകളിൽ ഇരിക്കുന്ന തേങ്ങ പോലെ. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ജുമാ പിരിയുമ്പോ പറയും, അടുത്ത വെള്ളിയാഴ്ച വിധിയുണ്ടെങ്കിൽ കാണാം. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കണം. അപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചു, എന്തിനാ ഉസ്താദ് ഇങ്ങനെ പറയണേ? എപ്പോഴാ പിരിച്ചു വിടുന്നതെന്ന് അറിയത്തില്ല. ഉസ്താദന്മാരുടെ കാര്യം അങ്ങനെ. എന്റെ വിഷയമല്ല ഞാൻ പറഞ്ഞത്. കാരണം ചിലപ്പോ യാത്ര പറയാൻ പോലും അവസരം കിട്ടണമെന്നില്ല. പിന്നെ പായിപ്പാട് പള്ളിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇരുന്ന കൊല്ലങ്ങളോളം ഇരിക്കും. ഇപ്പൊ അവിടെ ഇരിക്കണൊക്കെ 27-25 കൊല്ലങ്ങളായവരാ. അള്ളാഹു ഖൈറാകുന്ന കാലം വരെ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉസ്താദന്മാരുടെ മദ്ഹ് പറഞ്ഞതല്ലടോ. ഉസ്താദന്മാരെ നിങ്ങൾക്ക് അറിയാനില്ല. ഉസ്താദന്മാരെ നിങ്ങളൊന്നും പറയരുത്, ആലിമീങ്ങളെ നിങ്ങളൊന്നും പറയരുത്. കാരണം ആലിമീങ്ങൾ ആരെന്നറിയോ? എന്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയാം. എന്റെ ഉസ്താദിന്റെ ഉസ്താദ് ആരാന്ന് വെച്ചാൽ പറയാൻ പറ്റും. ഇങ്ങനെ ഓരോ ഉസ്താദന്മാർക്കും ഇൽമു പറഞ്ഞു കൊടുത്ത ഗുരുനാഥന്റെ പേര് പറയാൻ പറ്റും. ഇങ്ങനെ ഉസ്താദന്മാരുടെ പരമ്പര പറഞ്ഞു ഉസ്താദന്മാരുടെ പരമ്പര പോയി അവസാനിക്കുന്നത് മഹാനായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളിലാണ് ഉസ്താദന്മാരുടെ പരമ്പര അവസാനിക്കുന്നത്. അവിടുന്ന് പരമ്പര പറയാൻ തുടങ്ങിയാൽ പോയി അവസാനിക്കുന്നത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്തത് ആരാ? ജിബിരീലിന് ആരാ പഠിപ്പിച്ചു കൊടുത്ത? അല്ലാഹ്. ഇതാണ് ഉലമാ വറസത്തുൽ അംബിയാ. ഇതാണ് ഉസ്താദന്മാരെ ചൊറിയല്ലെന്ന് പറയുന്നത്. അവരെന്തെങ്കിലും ചെയ്താൽ അവരും അള്ളാഹും തമ്മിൽ തീർത്തോട്ടെ. നമ്മളവരെ അടിക്കാനും പിടിക്കാനും നാണം കെടുത്താനും ഇല്ലടോ. അള്ളാഹു നമുക്ക് നമ്മളുടെ ഉസ്താദന്മാരിൽ മരിച്ചുപോയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ആര് തരും? അല്ലാഹു തരും. രണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹമുള്ളവരൊക്കെ കൈവക്കിക്ക്. എന്നാ ഉഷാറ് പഠിച്ചനെ, അൽഹംദുലില്ലാഹ്. ചോദിച്ചത് എന്താണെന്ന് അറിയില്ലെങ്കിലും പൊക്കി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ചോദിച്ചത് എന്താണെന്ന് ആർക്കും അറിയില്ല. ചോദിച്ചതിന്റെ വലുപ്പം എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. എന്തായാലും പൊക്കി. ചിലര് പൊക്കിയത് ഇയാൾ ഇനി രണ്ടാമത് വല്ലതും പറഞ്ഞാലോ എന്ന് മേടിച്ചിട്ടാ. എങ്കിലും കുഴപ്പമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരുടെ ആഗ്രഹം നല്ല മരണം വേണമെന്നാണ്. എങ്കിൽ അള്ളാഹു പറയുകയാ, ഞാൻ തരാം, എനിക്ക് പൈസ ഒന്നും വേണ്ട. നീ ഉറക്കമൊഴിയണ്ട, നീ തലകുത്തി കിടക്കണ്ട, നീ കഷ്ടപ്പെടണ്ട. അള്ളാഹു പറയുകയാ, 5 നേരം നീ നിസ്കരിച്ചാൽ വൽ ആഖിബത്തു ലിത്തഖ്വ, നിനക്ക് ഞാൻ നല്ല മരണം തരാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, നല്ല മരണം തരാം. നിന്റെ അവസാനമല്ലേ നന്നാകേണ്ടത്. അള്ളാഹ് അങ്ങനല്ലേ പറഞ്ഞ, നീ എന്തായാലും മരിക്കും, നീ എന്തായാലും മരിക്കും. ആ മരിക്കുമ്പോ എവിടെ കിടന്ന് മരിച്ചാലും യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കരുത്. അത് എവിടെ കിടന്ന് മരിച്ചാലും നീ മരിക്കുമ്പോൾ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അള്ളാഹ് തരാമെന്ന് പറഞ്ഞത് 2 കാര്യം. 1 ഭക്ഷണം, 2 നല്ല മരണം. ഇതല്ലാതെ ഇനി എന്താ വേണ്ട?
ഇതല്ലേ നമുക്കാകെ വേണ്ടത്, ഇതല്ലേ നമുക്കാകെ വേണ്ടത്. എന്താ ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ പറയാറുണ്ട്, വെള്ളിയാഴ്ച മരിച്ചു, വാപ്പ മരിച്ചത് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാ, സംസം വെള്ളം കുടിച്ചിട്ടാ. എടാ, വാപ്പ ഷഹാദത്ത് കലിമ പറഞ്ഞാൽ നിനക്കെന്താ കിട്ടാനാ? വാപ്പ ഷഹാദത്ത് കലിമ പറഞ്ഞ് മരിച്ചെങ്കിൽ നമുക്ക് വല്ലതും കിട്ടുവോ? നീ മരിച്ചാൽ നിനക്ക് കിട്ടും. അള്ളാഹു നല്ല മരണം പെരുമാറാകട്ടെ. എന്താ നല്ല മരണം? നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരു ചരിത്രം പറഞ്ഞു ദുആ ചെയ്യാം. ഇരിക്കോ? ഉസ്താദന്മാര് നിസ്കരിക്കുന്ന സമയം ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണം. കാരണം ഉസ്താദിന്റെ പുറകെ പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, യാത്രക്കാരുണ്ട്, അത്യാവശ്യക്കാരുണ്ട്, രോഗികളുണ്ട്. ഉസ്താദ് വലിയ സൂറത്ത് ഓതി നിസ്കരിച്ച ഈ പുറകെ നിൽക്കുന്നവൻ ചിന്തിക്കും, ഹത്ത ഓതുവാണോ അല്ലാഹ് അല്ലേ? അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് പോലും തന്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. പിന്നല്ലേ വഅദ് കേൾക്കാൻ വന്നവർ. അതാ ഞാൻ ചോദിക്കണേ, വേണോ വേണ്ടയോ? വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. വയറ് നിറഞ്ഞിരിക്കുന്നവന് മട്ടൻ മന്തി കൊടുത്തിട്ടും ഒരു കാര്യമില്ല. വേണോ വേണ്ടേ? നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സഹാബിയുണ്ട്. മുസ്ലിമായി പിടിച്ചുകൊണ്ട് വന്ന് ശത്രുക്കളുടെ കൈ കിട്ടി. ഒരിക്കൽ ഹുബൈബിനെ ശത്രുക്കളുടെ കൈ കിട്ടി, പിടിച്ചുകൊണ്ട് വന്നിട്ട് ചോദിച്ചു, ഹുബൈബേ, നീ പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലും. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറില്ല. ഉബൈബിനോട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ കൊന്നുകളയും, നീ മതം മാറി വാ. ഉബൈബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും വരൂല. എടാ, പെണ്ണ് തരാമടാ, ചോദിക്കുന്ന പെണ്ണിനെ തരാം, പണം തരാടാ, അധികാരം തരാടാ, പാടാ ഹുബൈബേ, ഞാൻ വരൂല. അപ്പൊ ശത്രുക്കൾ പറഞ്ഞു, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ എല്ലാവരും കാണ ഇവനെ കൊല്ലണം, തൂക്കിക്കൊല്ലണം പരസ്യമായിട്ട്. എല്ലാരും കാണണം, ഇനി ഒരുത്തരും മതം മാറരുത്, അതുകൊണ്ട് പരസ്യമായിട്ട് കൊല്ലണം. ആണല്ലോ ഇന്ന് വീഡിയോ പിടിച്ചിടാനുള്ള കാരണം അതാ, പേടിപ്പിക്കൽ. കൊല്ലേണ്ടവരെ ഒന്നാ മതി, ആക്രമിക്കേണ്ടവൻ ആക്രമിച്ചാ മതി. എന്തിനാ ഇത് ലൈവ് ഇടുന്നത്? ഭയപ്പെടുത്താൻ. അവിടെ നിന്ന് പറഞ്ഞു, എല്ലാവരും കാണ ഇവനെ തൂക്കിലേറ്റണം, തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. ഹുബൈബിനോട് ചോദിച്ചു, അവസാനത്തെ ആഗ്രഹം വല്ലതും ഉണ്ടെങ്കിൽ നീ പറ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ഹുബൈബ് തങ്ങളോട് പറയാം, നീ എന്തു പറഞ്ഞാലും ഞങ്ങൾ സാധിപ്പിച്ചു തരാം. ഹുബൈബ് തങ്ങൾ ചോദിച്ചു, സാധിപ്പിച്ചു തരുമോ? തരാം. അവര് വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയും. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം. എന്റെ ആഗ്രഹത അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്കൊന്ന് സുജൂദ് ചെയ്യണം. ശത്രുക്കൾ സമ്മതിച്ചു, 2 റക്അത്ത് നിസ്കരിച്ചു. പെട്ടെന്ന് ചെറിയ സൂറത്ത് ഓതിയിട്ടാ ഹുബൈബ് നിസ്കരിച്ചത്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് അള്ളാഹിനോട് സുജൂദി കിടന്നിട്ട് പറയാ, എപ്പോ നിസ്കരിച്ചാലും വലുതാ ഓതുന്നത്, ഇന്ന് ചെറുതായി പോയി പടച്ചവനെ. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വലിയ സൂറത്ത് ഓതി നിസ്കരിച്ചാൽ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചെറുതോതിയത്. ഹുബൈബ് റളിയല്ലാഹു തആല നിസ്കാരം കഴിഞ്ഞു, കഴുകുമരം റെഡിയാക്കുകയാ. ഹുബൈബിനെ കൊണ്ട് ജയിലിനകത്തിടാൻ പറഞ്ഞു. വെള്ളവും കൊടുക്കരുത്, ഭക്ഷണവും കൊടുക്കരുത്, പട്ടിണി കിടക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഹുബൈബ് റളിയല്ലാഹു തആല ജയിലിന്റെ മുമ്പിൽ തന്നെ കഴുകുമരം റെഡിയാക്കി ഇരുന്നാ കാണാം. ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ കാണാൻ പറ്റും. അതുപോലെ അങ്ങനെ ഹുബൈബ് തങ്ങൾ ജയിലിനകത്ത് ഇരിക്കുമ്പോ ഏറ്റവും വലിയ ശത്രുവിന്റെ സഹോദരിയുടെ ചെറിയ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്ത് കയറിപ്പോയി. ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്ത് കയറിപ്പോയി. ഈ പെണ്ണ് കുഞ്ഞിനെ കാണാതെ ഇങ്ങനെ തെരഞ്ഞു നടക്കുക. അവസാനം വന്ന് നിൽക്കുമ്പോ ഹുബൈബ് തങ്ങളുടെ മടിയിൽ ഇരിക്കുന്നുണ്ട് ഈ കുഞ്ഞ്. ഈ പെണ്ണ് പേടിച്ചുപോയി. കാരണം ശത്രുവിന്റെ മകളുടെ മോളല്ലേ, എന്തെങ്കിലും ചെയ്യോ. ഹുബൈബ് തങ്ങളുടെ ഒരു കയ്യിൽ കത്തിയിരിക്കുന്നുണ്ട്, കുഞ്ഞു മടിയിലിരിക്കുന്നുണ്ട്. ഈ പെണ്ണ് പേടിച്ചുപോയി. ഈ പെണ്ണകത്തേക്ക് കയറി ചെന്നു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു നഖം വെട്ടിക്കൊണ്ടിരിക്കുക. കാരണം തൂക്കുകയർ റെഡിയാവുമല്ലേ, നഖം വെട്ട. കുഞ്ഞിനെ കൊടുത്തു. ആ പെണ്ണു പറയുകയാ, വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ ജയിലിനകത്ത് പട്ടിണി കിട്ടിരുന്ന ഹുബൈബിനെ ഞാൻ കാണാൻ ചെല്ലുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ മുന്തിരിപ്പാത്രം ഇരിക്കുന്നുണ്ട്. അന്ന് മക്കത്ത് പോലും മദീനത്ത് പോലും മുന്തിരിയില്ല.
മദീനത്ത് പോലും മുന്തിരി കിട്ടാത്ത സമയത്ത് ജയിലിനകത്ത് അടച്ചിട്ടിരിക്കുന്ന ഹുബൈബിന്റെ മുമ്പിൽ മുന്തിരിക്കൊല ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ശത്രുവിന്റെ സഹോദരി പറഞ്ഞതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. അത്ഭുതപ്പെടണ്ട, അള്ളയാ പറഞ്ഞത്, നിസ്കരിക്കുന്നവന് ഞാൻ ഭക്ഷണം കൊടുക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഹുബൈബിന്റെ അവസാനത്തെ ആഗ്രഹം എന്തായിരുന്നു? നിസ്കരിക്കാനായിരുന്നു. അതുകൊണ്ട് അള്ള ഭക്ഷണം കൊടുത്തു. ഹുബൈബ് തങ്ങളെ തൂക്കിലേറ്റാൻ കൊണ്ടുവന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കൈകാലുകൾ കെട്ടി. ശത്രുക്കൾ പറഞ്ഞു, മുഖം മറയ്ക്കരുത്, ഇവൻ കടന്നു പിടയുന്നതെല്ലാരും കാണട്ടെ. ഹുബൈബ് തങ്ങളെ കഴുകുമരത്തിൽ കയറ്റി നിർത്തി, കയ്യും കാലും കെട്ടി, കഴുത്തിൽ കയറ് മുറുക്കി. എന്നിട്ട് വീണ്ടും ചോദിച്ചു, നീ മതമൊന്നും മാറണ്ട, മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞ നിന്നെ വെറുതെ വിട്ടേക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ കുറിച്ച് ഒരു വാക്ക് നീ പരാമർശമായത്, നിന്നെ ചാവണ്ടടാ, വെറുതെ വിട്ടേക്കടാ, പറയടാ ഹുബൈബേ, കൊന്നാലും ഞാൻ പറയൂല. അതാണ് മഹബ്ബത്തുൻ നബി, അതാണ് നബിയോടുള്ള മഹബ്ബത്ത്. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. ഇത് കേൾക്കുമ്പോൾ ശത്രുക്കൾക്ക് കലിതുള്ളി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വയറ്റിലും നെഞ്ചിലും കുന്തം കുത്തിയിറക്കി, പച്ച ഇറച്ചി വലിച്ചു പറിച്ചു. കഴുകുമരത്തിൽ കിടക്കുന്ന ഹുബൈബ് തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി വലിച്ചു പറിക്കുമ്പോ ഹുബൈബ് തങ്ങളുടെ കണ്ണ് നിറഞ്ഞിടോ. കഴുത്തിലേക്ക് കയറ് മുറുക്കുമ്പോ ഹുബൈബ് ഇബ്നു അബീ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ, അവിടുന്ന് കരയുകയാ. മരണപ്രാളത്തിൽ കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ ശത്രുക്കള് പരിഹസിക്കുകയാണ്, അവര് കളിയാക്കുകയാണ്, അവര് ചുറ്റുഭാഗത്ത് നിന്നുകൊണ്ട് ചിരിക്കുകയാണ്. അല്ലാഹുവേ, കഴുകുമരത്തിൽ കിടന്ന് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് അതാ വരുന്നതോ ആകാശ ലോകത്തു നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة. കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബിന്റെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. മലക്കുകൾ ചോദിക്കുന്നു, ഹുബൈബേ, എന്തിനാടാ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? അതാ മലക്കുകൾ പറയുകയാ, നിന്നെ കളിയാക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വിളിച്ചു പറയടാ ഹുബൈബ്, വിളിച്ചു പറയടാ ഹുബൈബ്. നിസ്കരിക്കുന്ന ഉപ്പമാരെ, നിസ്കരിക്കുന്ന ഉമ്മമാരെ, സഹാബത്ത് കലിമ പറഞ്ഞു തരാ. വാപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഭാര്യ വേണ്ട, മക്കള് വേണ്ട, കൂടപ്പിറപ്പ് വേണ്ട, കുടുംബക്കാര് വേണ്ട, കൂട്ടുകാര് വേണ്ട, നാട്ടുകാര് വേണ്ട. അള്ളാന്റെ മലക്കുകളുണ്ട്, അള്ളാന്റെ മലക്കുകളുണ്ട്. മരിക്കാൻ കിടക്കുന്ന നിസ്കരിച്ച ഉപ്പ, നിന്നോട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ഞങ്ങൾ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരാ. നീ പേടിക്കണ്ട, പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറ വാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മമാരെ പറ, ഉമ്മമാരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് പറഞ്ഞു തരുമടോ. ഹുബൈബിനോട് പറയുന്ന, വിളിച്ചു പറയടാ, കേൾക്കട്ടടാ ഹുബൈബ്. കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബ് തങ്ങൾ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടുത്തി വീണതുപോലെ ഭയന്നു പോയടോ, ഹൃദയങ്ങൾ വിറച്ചു പോയടോ, അവന്മാര് പേടിച്ചു പോയടോ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ, കരയല്ലേ ഹുബൈബ്, വിഷമിക്കല്ലേ ഹുബൈബ്,
ചിരിക്കടാ ചിരിക്കടാ ഹുബൈബ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ആകാശത്തിന്റെ കവാടങ്ങളെ തുറന്നെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നിരന്നു നിൽക്കുകയാണ്. നിന്നെ സ്വീകരിക്കാൻ, നിന്റെ റൂഹ് സ്വീകരിക്കാൻ. ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാണ്. ഇത് നിന്റെ റൂഹ് പൊതിയാനാടാ ഹുബൈബ്. എന്തിനാണോ പേടിക്കുന്നത്? ചിരിക്കടാ ഹുബൈബ്. സുബ്ഹാനല്ലാഹ്. ഹുബൈബ് തങ്ങൾ ചിരിച്ചടോ. തൂങ്ങി മരിക്കുന്നവന്റെ കണ്ണ് തള്ളുമല്ലോ, നാവ് കടിച്ചു മുറിക്കുമല്ലോ, മലമൂത്ര വിസർജനം നടത്തുമല്ലോ. അല്ലാഹുവേ, ഹുബൈബ് ചിരി കാണാൻ കഴുകുമരത്തിലെ ഷഹീദായി കിടക്കുന്ന ഹുബൈബ് തങ്ങളുടെ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ട്. എന്തൊരു പ്രകാശമായിരുന്നെന്നറിയോ, എന്തൊരു ചിരിയായിരുന്നെന്നറിയോ. ഹുബൈബ് തങ്ങള് കഅബാലയത്തിന്റെ നേരെ തല വെച്ചപ്പോ അങ്ങനെ കടന്ന് ചാകണ്ടടാ എന്ന് പറഞ്ഞ് ശത്രുക്കളെ തലതിരിച്ചു. എന്നാ ഹുബൈബ് തങ്ങള് ഷഹീദാകുമ്പോ കഅബാലയത്തിന്റെ നേരെ തലതിരിച്ച് വെച്ചിരിക്കുകയാ. ഹുബൈബ് തങ്ങൾ ഷഹീദായി. മലക്കുകളെ സഹാദത്ത് കരിമ പറഞ്ഞു കൊടുത്തു. മരിച്ചു കിടന്നപ്പം മുഖത്ത് പ്രകാശമായിരുന്നു. കഅബാലയത്തിന്റെ നേരെ തല വെച്ചു. സുബ്ഹാനല്ലാഹ്. ശത്രുക്കൾക്ക് കലി കൂടുകയാ. ഇവിടെ കിടക്കട്ടെ, കൊടുത്തു മാറട്ടെ, അടിക്കാൻ സമ്മതിക്കരുത്. ഹുബൈബ് തങ്ങളുടെ ജനാസ അവിടെ തന്നെ കെട്ടിയിട്ടടോ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് സമയം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമായി, നബി തങ്ങൾക്ക് സങ്കടമായി. സഹാബാ, എന്റെ ഹുബൈബിനെ കബറടക്കുന്നതാരാ സഹാബാ? നബിയേ, ഞാൻ പോകാ നബിയേ, ഞാൻ പോകാ നബിയേ. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി പറയുകയാ. നബി തങ്ങൾ അനുവാദം കൊടുത്തു. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ശത്രുക്കള് കള്ളു കുടിക്കുകയാ. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, അവരുടെ ഇടയിലേക്ക് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ഓടി വരികയാണ്. എന്തിനാ വന്നതെന്നറിയോ? എന്താ ചോദിക്കുന്നതെന്നറിയോ? ഹുബൈബിന്റെ തലയെവിടെ? ഹുബൈബിന്റെ തലയെവിടെ? എന്തിനാ പെണ്ണെ ഈ പുഴുത്തു നാറിക്കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അവന്റെ തല വെട്ടിപ്പൊളിച്ചിട്ട് തലച്ചോറിടത്ത് വെളിയിൽ കളഞ്ഞിട്ട് എനിക്കവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ. എനിക്ക് ആ ഹുബൈബിന്റെ തലയോട്ടി വേണം, കള്ളൊഴിച്ചു കുടിക്കാനാണ്. ശപഥം ചെയ്തിട്ട് വന്നതാണ്, ശപഥം ചെയ്തിട്ട് വന്നതാണ്. നിങ്ങൾക്ക് പറ്റുമോ? ഹുബൈബിന്റെ തല വെട്ടിക്കൊണ്ട് തരുന്നവര് ഞാൻ എന്റെ ശരീരം തരാ. സുബ്ഹാനല്ലാഹ്. ഒരു പുളിച്ച വാളുമായിട്ട് ഓടുകയാണ്. ഹുബൈബ് തങ്ങളുടെ തലവെട്ടാൻ ഓടുമ്പോ സ്വഹാബി ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് കാണാം. സുബ്ഹാനല്ലാഹ്. തലവെട്ടാൻ പോയവന്മാര് ജീവനും കൊണ്ടോടുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയുന്നില്ല, ഒന്നും കാണുന്നില്ല. ഒരുപാട് സമയം കഴിഞ്ഞു. അവസാന സ്വഹാബി താഴെ ഇറങ്ങി ഹുബൈബ് തങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ജനാസ കാണുന്നില്ല. സ്വഹാബി കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുമ്പിലേക്ക് ഓടുകയാണ്. നബിയേ, ജനാസ
ജനാസ കാണുന്നില്ല നബിയേ. സ്വഹാബ എന്റെ ഹുബൈബിനെ ഖബറടക്കി സഹാബ, എന്റെ ഹുബൈബിന്റെ ജനാസ ഖബറടക്കി കഴിഞ്ഞു. ആരാ നബിയേ? ഹുബൈബിനെ ഖബറടക്കിയത് ആരാ നബിയേ? നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ മോനെ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഹുബൈബിനെ ഖബറടക്കിയതാരാടാ? ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിനെ ഖബറടക്കിയതാരെന്നറിയോ? എന്റെ യുവത്വമേ, നിസ്കരിക്കുന്ന ഉപ്പമാരെ, നിസ്കരിക്കുന്ന ഉമ്മമാരെ, എന്തായാലും ഒരു ദിവസം ഇവിടെ വിളിച്ചു പറയും, ബാങ്ക് വിളിക്കുന്ന മിനാരത്തിൽ വിളിച്ചു പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമല്ലോ. വീട്ടിലെ ടാർപ്പ കെട്ടും സഹോദര, കസേര നിരത്തും സഹോദര, വീടിന്റെ പുറകിലെ ചൂടുവെള്ളം തയ്യാറാകും ചെറുപ്പക്കാരാ, എല്ലാവരും വരുമടാ. അവസാനം നിന്നെ എടുത്തിട്ട് വീടിന്റെ സൈഡിൽ ഒരുക്കിയിട്ടിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തുകയാണ്. നിന്റെ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയാണ്, നഖത്തിനിടയിലെ അഴുക്കുകൾ മാറ്റുകയാണ്, ഉള്ളിലുള്ള നജസ്സുകൾ ഒഴിവാക്കുകയാണ്. നിന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുകയാ. നല്ലതുപോലെ കുളിപ്പിച്ചു, സുഗന്ധമിട്ട വെള്ളമൊഴിച്ചു, പഠിപ്പിക്കുകയാ, തുടച്ചു വൃത്തിയാക്കുകയാ. അല്ലാഹുവേ, പുതിയ വെള്ളത്തുണിക്കകത്ത് നിന്ന് പൊതിയുകയാ. ഒരാള് വെളിയിലേക്ക് വന്നോ, ഒരാള് വെളിയിലേക്ക് വന്നോ. എല്ലാവരും മാറി നിൽക്ക്, എല്ലാരും മാറി നിൽക്ക്. സുബ്ഹാനല്ലാഹ്. ജനാസ താങ്ങിയെടുത്തുകൊണ്ട് വീടിനകത്തേക്ക് പോകുകയാണ്. 3 കഷ്ടം തുണി വിരിച്ചിട്ടിട്ടുണ്ട്, അതിന്റെ മുകളിൽ കൊണ്ടുപോയി നിന്നെ മലർത്തി കിടത്തുകയാണ്. എല്ലാവരും വന്നിട്ടുണ്ട്, കുടുംബക്കാരും നാട്ടുകാരും ഉസ്താദന്മാരും. നീ വിളിക്കാതെ തന്നെ നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിൽ വന്നോ. അപ്പോഴാരോ ചോദിക്കുന്നുണ്ട്, പനി എവിടെ? എന്തിനാടാ പഞ്ഞി തരയുന്നത്? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. നെയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാന് വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. എല്ലാവരും നിന്റെ ജനാസയിലേക്ക് നിന്റെ മൂക്കിന്റെ ദ്വാരത്തെ പഞ്ഞു വെക്കുകയാണ്. കാണേണ്ടവരൊക്കെ കണ്ടോ പൊതിയാൻ പോകുകയാണ്, പൊതിയാൻ പോകുകയാണ്. എല്ലാവരും നിന്നെ അവസാനമായി കാണാ തിരക്ക് കൂട്ടിയപ്പോ കണ്ടതൊക്കെ മതി പൊതിയാ. സുബ്ഹാനല്ലാഹ്. മരണവീട്ടിലും നിലവിളിയുടെ ശബ്ദമാ. ഏത് കരയാത്തവനും കരയുന്ന സമയമാ. ജനാസ പൊതിഞ്ഞു, മയ്യത്ത് കട്ടിലെടുത്തു വെച്ചു. അല്ലാഹുവേ, ഈ പള്ളി നിറഞ്ഞ് കണ്ടിട്ടുണ്ടോ ബാപ്പാ? ഏതെങ്കിലും ഒരു ജനാസ കൊണ്ടുവന്നപ്പോ ഈ പള്ളിയും പരിസരവും നിറഞ്ഞിട്ടുണ്ടോ? ആളെ കണ്ടിട്ടുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ ജനാസ കൊണ്ടുപോയപ്പോ ആള് കണ്ടിട്ട് കണ്ണ് തെള്ളിയവരെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അതൊന്നുമല്ലടോ എന്റെ പ്രിയപ്പെട്ടവരെ. ഈ പള്ളിയിലേക്ക് നിന്റെ ജനാസ കൊണ്ടുവരുമ്പോ നിസ്കരിച്ച വാപ്പാ, നിസ്കരിച്ച ഉമ്മ, നിസ്കരിച്ച ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് പ്രസന്റയും ഷുഗറിന്റെയും ഗുളിക പിടിച്ച് കിടന്നിറങ്ങി രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് അള്ളാടെ പള്ളിയിലേക്ക് വേച്ചു വന്ന വാപ്പാ, നീ സാധാരണ ആളല്ല. ഉമ്മമാരേ, നിന്റെ പെൺമക്കൾ
മക്കളും നിന്റെ മരുമക്കളും സീരിയൽ കണ്ട് സുഖിക്കുമ്പോ അതേ വീടിനകത്ത് നിസ്കാരപ്പായ വിരിച്ചിട്ട് നിസ്കരിച്ച ഉമ്മ നീ സാധാരണ ഒരു ഉമ്മയല്ല. ചെറുപ്പക്കാരാ, വെള്ളിയാഴ്ച ജുമാ നിസ്കാരം മുടക്കിയിട്ട് പുതിയ പടം കാണാൻ പോകുന്ന ചെറുപ്പക്കാരുടെ ഇടയില് അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം നിസ്കരിച്ച ചെറുപ്പക്കാരാ, വരുമടാ മോനെ, ഖബറടക്കാൻ വരുമടാ മോനെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റല്ല, കേന്ദ്രമന്ത്രിമാരല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവല്ല, പിന്നെ ആര് വരുമെന്നറിയോ? ആകാശത്ത് നിന്നും മലക്കുകൾ വരുമടാ. يعصون الله ما أمرهم ويفعلون ما يؤمرون. അള്ളാന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ മലക്കുകൾ വരുമടാ. അള്ളാന്റെ സൈന്യം ഇറങ്ങി വരികയാണ്. ഈ പാവപ്പെട്ടവനായ നിന്റെ ഖബറടക്കാർ, നിന്റെ ജനാസ നിസ്കാരത്തിന് പങ്കെടുക്കാർ, അവിടെ മലക്കുകൾ വരുമടോ. അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിന് ഖബറടക്കിയത് മലക്കുകളാ. സഹാബ, മലക്കുകളെ ഖബറടക്കിയ സ്വഹാബിയാ. ഇതിനാണോ നല്ല മരണമെന്ന് പറയുന്നത്? നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? പടച്ചവനെ ഉലുവെടുത്ത് കടങ്ങളൊക്കെ വീട്ടി തൗബ ചെയ്തിട്ട് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തില്, അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തില് പുഞ്ചിരിക്കുന്ന മുഖത്ത് പ്രകാശവും ചുണ്ടില് പുഞ്ചിരിയും നെറ്റിത്തടം വിയർത്ത് മൂക്കിന്റെ ദ്വാരം വികസിച്ച് അല്ലാഹുവേ മരിച്ചു കിടക്കുന്ന നിന്റെ ചാരത്ത് വരുമ്പോ സുഗന്ധം അടിക്കണം ചെറുപ്പക്കാരാ. സങ്കടപ്പെട്ട് ഓടി വരുന്ന മക്കള് ചോദിക്കണം, എന്തൊരു ചിരിയാ വാപ്പാ, എന്തൊരു ചിരിയാ ഉമ്മ. എന്റെ ഉമ്മയ്ക്ക് ഇത്രയും സൗന്ദര്യമില്ലായിരുന്നു. ജീവിച്ചിരുന്നപ്പോ എന്റെ വാപ്പായ്ക്ക് ഇത്രയും സൗന്ദര്യമില്ലായിരുന്നു. മരിച്ചാൽ ഇങ്ങനെ മരിക്കണമെന്ന് മക്കൾ മുഖത്ത് നോക്കിയിട്ട് പറയണം. ഇതിനാ നല്ല മരണമെന്ന് പറയുന്നത്. അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ല പറയുകയാ, ഞാൻ തരാം, നിസ്കരിച്ചാൽ മതി. അതുകൊണ്ടാണ് നബിതങ്ങൾ തന്റെ വഫാത്തിന്റെ വേളയിലും അവസാനമായിട്ടും നബിതങ്ങൾ പറഞ്ഞത് നിസ്കാരത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് സുജൂദുകൾ അധികരിപ്പിക്ക്, നബിതങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരാകാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 കാര്യങ്ങൾ പറയാനിരുന്നതാ. ഒരെണ്ണം പറഞ്ഞപ്പോഴേ എന്റെ സമയം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും തരുവാണെങ്കിൽ ഇനിയും കൂടാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആരുടെയെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയുന്നതല്ല. എന്നെക്കാലം അറിവുള്ള പണ്ഡിതന്മാരും പ്രായമുള്ളവരാ നിങ്ങൾ. ഒരുപാട് അറിവുള്ളവരുടെ മുമ്പിലുണ്ട്, പ്രായമുള്ളവരുണ്ട്. എന്റെ വായിൽ എന്തെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചേക്കരുത്, പരലോകത്തേക്ക് മാറ്റരുത്, പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പുറത്തിരുമാറാകട്ടെ, അള്ളാഹു പുറത്തിരുമാറാകട്ടെ.